ഹല്ലേലൂയ. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകേട്ട് ഇന്നു ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാളും ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എൻ്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ. എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിലെനിക്കു വൈദ്യൻ, ശോകവേളയിലാശ്വാസകൻ, കൊടും വെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര വല്ലഭൻ, കൂടും വെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര വല്ലഭൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. എൻ്റെ യേശു വന്നിടുമ്പോൾ തിരുമാറോടണച്ചിടും ഞാൻ, പോയപ്പോൾ താൻ
കർത്താവെ, ഈ നിമിഷം വരെ ഒരു കുറവുകളുമില്ലാതെ അവിടുന്ന് എന്നെ നയിച്ചു. എൻ്റെ ജീവിതത്തിലെ സകല മേഖലകളിലും അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിച്ചപ്പോഴെല്ലാം അവിടുന്ന് എനിക്ക് സമീപസ്ഥനായിരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം എന്ന് എന്നോട് അരുളി ചെയ്ത എൻ്റെ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് ഞാൻ നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ. എൻ്റെ ജീവിതത്തിലെ സകല പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകല സ്തുതിയും മഹത്വവും ആരാധനയും എപ്പോഴും അങ്ങേക്ക് മാത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. വരുവിൻ, കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ. കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളെ പ്രകീർത്തിക്കുവിൻ. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. അവിടുത്തെ സ്നേഹവലയത്താൽ എന്നെ സംരക്ഷിക്കുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല നാഥ. നിന്റെ സ്നേഹത്തിനും നിന്റെ കരുതലിനും 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഞാൻ ഇരിക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും എല്ലാം നോക്കിക്കാണുന്ന എൻ്റെ ദൈവം, എൻ്റെ സകല പ്രവൃത്തികളും അറിയുന്ന എൻ്റെ ദൈവം, ഇന്നത്തെ എൻ്റെ സങ്കടം നാളെ എനിക്ക് സന്തോഷമാക്കി നൽകുന്ന എൻ്റെ സർവശക്തനായ ദൈവം, അവിടുന്ന് എനിക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അളവറ്റ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ
എന്നെ ഒരുക്കുകയായിരുന്നു, നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ. എന്നെ ഒരുക്കുകയായിരുന്നു, ദൈവസ്നേഹമെത്ര സുന്ദരം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും. നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി നൽകും. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ഞാൻ നൊമ്പരപ്പെടുന്ന എല്ലാ അവസ്ഥകളിലേക്കും അവിടുന്ന് കടന്നു വരണമേ. അങ്ങ് മാത്രമാണ് എൻ്റെ ആശ്രയം. അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ നാഥ. കർത്താവേ, അങ്ങ് മാത്രം മതി എനിക്ക്. എൻ്റെ ദുഃഖഭാരങ്ങളും എൻ്റെ രോഗപീഠകളും എൻ്റെ ഒറ്റപ്പെടലുകളും എൻ്റെ ജീവിതത്തിലെ സകല അസ്വസ്ഥതകളും കർത്താവെ അങ്ങ് അറിയുന്നുണ്ട്. ഈ നിമിഷം സകലതും അങ്ങേ തൃക്കരങ്ങളിൽ ഞാൻ താഴ്മയോടെ സമർപ്പിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളണമേ. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേക്കുവാനോർത്തില്ല ഞാൻ. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേക്കുവാനോർത്തില്ല ഞാൻ. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണെന്നേക ആശ്രയം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. കർത്താവെ, അങ്ങ് എൻ്റെ മേൽ ചൊരിഞ്ഞ സകല അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ ഓർത്ത് കർത്താവെ, ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഓരോ നിമിഷവും
ഓരോ ശ്വാസത്തിലും അവിടുന്ന് എൻ്റെ കൂടെ ആയിരിക്കണമേ. സകല സ്തുതിയും മഹത്വവും ആരാധനയും എന്നും എപ്പോഴും അങ്ങേക്ക് മാത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുവിൻ, ഉന്നതങ്ങളിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയും കാൾ ഉന്നതമാണ്. കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ്. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ദൈവമാണ് എൻ്റെ രക്ഷ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. ഹല്ലേലൂയ. എന്തു കണ്ടു ഇത്ര സ്നേഹിക്കാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യയല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൻ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിക്കാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യയല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൻ യേശുവേ. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടുപിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. ഇസ്രായേലിൻ്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ ആദിയും അന്തവുമാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട. ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയ. പാപിയായിരുന്നൊരു നാളിലും അഭക്തനായൊരു കാലത്തും ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. എന്തു കണ്ടു ഇത്ര സ്നേഹിക്കാൻ, ഇത്ര മാനിക്കാൻ യേശുവേ. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം
അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. ഹല്ലേലൂയ. എന്തു കണ്ടു ഇത്ര സ്നേഹിക്കാം, ഇത്ര മാനിക്കാം യേശുവേ. യോഗ്യയല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൻ യേശുവേ. കർത്താവേ, സർവശക്തനായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങൻ്റെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എന്നെ ഇത്രമാത്രം സ്നേഹിക്കുവാൻ കാത്തിരിക്കുന്ന സ്നേഹസമ്പന്നനായ യേശുവേ, ഈ നിമിഷം അങ്ങൻ്റെ മേൽ ചൊരിഞ്ഞ സകല കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. യേശുവേ, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിലായിരിക്കുവാൻ അങ്ങയുടെ കൃപയ്ക്ക് കീഴിൽ എന്നെ നിലനിർത്തണമേ. ഒരിക്കൽ കൂടി സകല മഹത്വവും ആരാധനയും അങ്ങയ്ക്ക് മാത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവും ആയി നിലകൊള്ളുന്നു. അത് പകൽ തണൽ നൽകും. കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ സംരക്ഷിക്കും. കുശവൻ്റെ കയ്യിലെ കളിമണ്ണു പോലെയാണ് സൃഷ്ടാവിൻ്റെ കയ്യിൽ മനുഷ്യൻ. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും, ചുടുകാറ്റിൽ അഭയകേന്ദ്രവും, പൊരിവെയിലിൽ തണലും, ഇടറാതിരിക്കാൻ സംരക്ഷണവും, വീഴാതിരിക്കാൻ ഉറപ്പും ആണ്. കർത്താവെ, അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്ക് കഴിയും? അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയുമില്ല. ഹല്ലേലൂയ. തുണയെനിക്കേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അവനെൻ്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനീലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. തുണയെനിക്കേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെ വല്ലവൻ കാത്തിടുമേ. തുണയെനിക്കേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ.
ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ തുണയെനിക്ക് യേശുവേ. കുറവിനില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. പകയന്റെ കെണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താൻ പകർന്നിടും കൃപമഴ പോൽ തുണയെനിക്ക് യേശുവേ. കുറവിനില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. കഷ്ടതകളിൽ കർത്താവ് സുനിശ്ചിതമായ തുണയാണ്. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല, നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല. ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഞാൻ തളരുമ്പോൾ അവിടുന്ന് എനിക്ക് തണലായി എപ്പോഴും എൻ്റെ മുൻപേ ഉണ്ടായിരിക്കണമേ. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് നന്ദി പറയുന്നു. കർത്താവേ, സകല സ്തുതിയും മഹത്വവും ആരാധനയും എപ്പോഴും അങ്ങയ്ക്ക് മാത്രം. ആമേൻ. നമ്മെ കരം പിടിച്ച് നാം ഓരോരുത്തരെയും കരം പിടിച്ച് നയിക്കുകയും നിരവധിയായ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിയുകയും ചെയ്ത സർവശക്തനായ ദൈവത്തെ നമുക്കൊന്നു ചേർന്ന് നന്ദി പറഞ്ഞ് ആരാധിക്കാം. അവിടത്തേക്ക് സ്തുതികൾ അർപ്പിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. കർത്താവിൻ്റെ സൃഷ്ടികളെ, അവിടുത്തെ വാഴ്ത്തുവിൻ, അവിടത്തേക്ക് സ്തുതി പാടുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. കർത്താവ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. അവിടുത്തെ മഹത്വപൂർണമായ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ യോഗ്യൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകും കൃപാനിധി,
യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഹല്ലേലൂയ. എണ്ണമില്ല നന്മകൾ എന്നിൽ ചൊരിയും വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവാൽ ചൊല്ലിടുവാനായി സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവാൽ ചൊല്ലിടുവാനായി നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. കർത്താവ് നല്ലവനാണ്. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. വീണാലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, മുന്നോട്ടുള്ള ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിലെ ചിന്തകൾ, പ്രവൃത്തികൾ, തീരുമാനങ്ങൾ എല്ലാറ്റിനെയും അങ്ങ് നേർവഴിയെ നടത്തണമേ. ശരിയേത് തെറ്റേതെന്ന് അവിടുന്ന് വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സഹായകനായി ഞങ്ങളിലേക്ക് അയക്കണമേ. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരുടെയും ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് എല്ലാം നോക്കിക്കാണുന്ന നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയ്ക്ക് കീഴിൽ ഞങ്ങളെ നിലനിർത്തണമേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു.
എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. കർത്താവേ, അവിടുന്നാണ് എൻ്റെ ദൈവം. എൻ്റെ യാചനകളുടെ സ്വരം അവിടുന്ന് ശ്രവിക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ശക്തനായ രക്ഷക, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളങ്ങളിൽ നിന്ന്, എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ മുഖം ദർശിച്ചുകൊണ്ട് എപ്പോഴും അങ്ങയുടെ സ്നേഹത്തിലായിരിക്കുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി അവിടുന്ന് എന്നെ നിറയ്ക്കണമേ. ദൈവസ്നേഹത്തിൽ വളരുവാൻ അവിടുന്ന് എന്നെ യോഗ്യയാക്കണമേ. നീ മാത്രമാണ് രക്ഷകൻ. ഹല്ലേലൂയ. യേശുവേ, നീ മാത്രമെൻ രക്ഷകൻ. വാഴ്ത്തും ഞാൻ എന്നാളും എൻ കർത്തനെ. യേശുവേ, നീ മാത്രമെൻ രക്ഷകൻ. വാഴ്ത്തും ഞാൻ എന്നാളും എൻ കർത്തനെ. മഹിമയാൽ നിറയ്ക്കണേ ഈ ലോകത്തെ. നിന്നിഷ്ടം മാത്രം നിറവേറട്ടെ. ഹാലേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ യേശുവേ, ഈ പ്രഭാതത്തിൽ സകല കുഞ്ഞുമക്കളെയും അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എക്സാമിനായി ഒരുങ്ങുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ താഴ്മയോടെ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് അവരെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനെ ഓരോ മക്കളിലേക്കും അവിടുന്ന് അയക്കണമേ. അവരെവിടെയായിരുന്നാലും കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ, അഭിഷേകത്താൽ എല്ലാ മക്കളെയും അവിടുന്ന് നിറയ്ക്കണമേ. നല്ലത് കാണുവാൻ, നല്ലത് ചിന്തിക്കുവാൻ, നല്ലത് പ്രവർത്തിക്കുവാൻ, പരിശുദ്ധാത്മാവിനാൽ നല്ല അറിവ് സമ്പാദിക്കുവാൻ, നല്ല അറിവ് നേടുവാൻ കർത്താവെ, ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ഓരോ മക്കളും നാളെയുടെ വാഗ്ദാനങ്ങളായി മാറുവാൻ തക്കവണ്ണം യേശുവെ അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, അവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം അവരിൽ നിറയട്ടെ. കർത്താവെ, എപ്പോഴും നിന്റെ മുഖം ദർശിക്കുവാൻ ഇടയാവട്ടെ. അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന നല്ല ദൈവമേ, ഓരോ മക്കളുടെയും ബുദ്ധിയെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. കാരുണ്യവാനായ നാഥ, നീയാണ് സകലത്തിൻ്റെയും അധിപൻ. കർത്താവെ, നിന്റെ കൃപയ്ക്ക് കീഴിൽ സകല മക്കളെയും അവിടുന്ന് നിലനിർത്തണമേ. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. അവിടുന്ന് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവ്വസൃഷ്ടികളുടെയും മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. കർത്താവെ, ഈ നിമിഷം എക്സാമിനായി ഒരുങ്ങുന്ന എല്ലാ മക്കളെയും അവിടുത്തെ തിരുക്കരങ്ങളിൽ താഴ്മയോടെ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി അവരെ ശക്തിപ്പെടുത്തണമേ. അവർക്ക് വേണ്ട ജ്ഞാനം അവിടുന്ന് നൽകണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ സഹായിക്കണമേ. അവിടുന്നാണ് ഉന്നത വിജയം നൽകുന്ന യോദ്ധാവ്. ഓരോ നിമിഷവും അങ്ങ് അവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. നാളെയുടെ വാഗ്ദാനങ്ങളായ ഓരോ മക്കളും ദൈവസ്നേഹത്തിൽ വളരുവാൻ, നല്ലത് കാണുവാൻ, നല്ലത് ചിന്തിക്കുവാൻ, നല്ലത് പ്രവർത്തിക്കുവാൻ
അവരെ അനുഗ്രഹിക്കണമേ. സ്വർഗത്തിൽ നിന്ന് ഓരോ മക്കളെയും സമൃദ്ധമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഉറച്ച ബോധ്യം ഓരോ മക്കളുടെ കാതുകളിലും മുഴങ്ങട്ടെ. കർത്താവെ, മക്കളുടെ ഉത്കണ്ഠകളെ ഓർത്ത് വിഷമിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ നാഥ, ഒരിക്കൽ കൂടി അങ്ങയുടെ കൃപയ്ക്ക് കീഴിൽ സകല മക്കളെയും അവിടുന്ന് നിലനിർത്തണമേ. ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകല സ്തുതിയും മഹത്വവും ആരാധനയും എപ്പോഴും എന്നും അങ്ങേക്ക് മാത്രം. ആമേൻ.